തിരുവനന്തപുരം നഗരത്തിലെ ഭവനരഹിതർക്ക് ആശ്വാസമായി നഗരസഭാ ബജറ്റ്. 2000 പേർക്ക് PMBY പദ്ധതി വഴി വീട് നൽകാൻ തീരുമാനം. ഇതുവരെ ഒരു നഗരസഭയും ചെയ്തിട്ടില്ലാത്ത ഉദ്യമമാണ് തിരുവനന്തപുരം നഗരസഭ നടപ്പാക്കുന്നത്. ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീടെന്നത്. ഭവനരഹിതരുടെ സ്വപ്നത്തിന് ചിറക് നൽകിക്കൊണ്ട് കേന്ദ്ര പദ്ധതിയിലൂടെ ഫണ്ട് അനുവദിച്ചപ്പോൾ അതിന് വിലങ്ങുതടിയായത് സംസ്ഥാന സർക്കാരാണ്. PMAY പദ്ധതിയിൽ ഒപ്പിടാൻ വിമുഖത കാണിച്ചു. സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ പിടിവാശി കാരണം അർഹരായവർക്ക് ഭവനം നഷ്ടമായി. കോർപ്പറേഷൻ ഭരണം BJPക്ക് ലഭിച്ചപ്പോൾ ഏറ്റവും അധികം പേർ സമീപിച്ചത് സ്വന്തമായൊരു വീടിനു വേണ്ടിയാണ്. അക്കാര്യം ഡൽഹി യാത്രയിലടക്കം ഗൗരവമായി ചർച്ച ചെയ്താണ് നഗരപരിധിയിലെ 2000 പേർക്ക് വീട് വെച്ച് നൽകാൻ കോർപ്പറേഷൻ തീരുമാനമെടുത്തത്. ഈ പുതിയ ഭരണസമിതി ചുമതലയിൽ ഏറ്റതിനു ശേഷം ഞങ്ങളുടെ മുൻപിൽ മേയറുടെ മുൻപിലും ഡെപ്യൂട്ടി മേയറുടെ മുൻപിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ മുൻപിലും ഒക്കെ തന്നെ വന്നിട്ടുള്ള ആവശ്യക്കാരിൽ ഏറ്റവും കൂടുതൽ വീടില്ലാത്തവരാണ്, പട്ടിണി പാവങ്ങളാണ്. അപ്പോൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഭരണസമിതി കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഒരു ധാരണയിൽ ഞങ്ങൾ എത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡൽഹിയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 50 കൗൺസിലർമാർ നടത്തിയ യാത്രയിൽ ഉൾപ്പെടെ പല കാര്യങ്ങളും ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂമി ലഭിച്ചിട്ടുള്ള മറ്റുള്ള രേഖകളൊക്കെ തയ്യാറായിട്ടുള്ള 2000 പേർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻകൈയെടുത്ത് വീട് കൊടുക്കാൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി ഭവന യോജന എന്ന പേരിൽ 20 കോടി സ്വപ്ന പദ്ധതിക്കായി നീക്കിവെച്ചു. ഇതിൽ ട്രാൻസ്ജെൻഡേഴ്സിന് 50 ലക്ഷം അനുവദിക്കും. നഗരത്തിലെ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് നൽകുക എന്നത് നഗരസഭയുടെ സാമൂഹ്യ പ്രതിബദ്ധതയായി ഏറ്റെടുക്കുന്നു. അത് ഈ ബഡ്ജറ്റിൽ പാലിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഇതിനായി സ്വന്തം ഭവന പദ്ധതി പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനായി മുഴുവൻ തുകയും തിരുവനന്തപുരം നഗരസഭ തന്നെ നൽകുന്നതാണ് ഈ പദ്ധതി. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടുകൾ വന്നാൽ അതുകൂടെ ഉൾപ്പെടുത്തും. ഇല്ലെങ്കിൽ കോർപ്പറേഷൻ തന്നെ സ്വന്തമായി തുക വിനിയോഗിക്കാനാണ് തീരുമാനം. ഇതിലൂടെ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ തിമിരം കാരണം വീട് നഷ്ടമായ നിരവധി കുടുംബങ്ങൾക്കാണ് ആശ്വാസമാകുന്നത്. ജനം, തിരുവനന്തപുരം.